Hello, everyone. Hi. Hello. Hi. 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 Hello, everyone. Good afternoon, good evening, good morning, wherever you're watching from. നമ്മളെല്ലാവരും ഇന്ന് ഒരു ലൈവ് ബിസിനസ് ഡിസ്കഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. Again, today's it's a very interesting topic. A topic that I guess one of the reasons why we joined this business. So the topic today is what is the real difference between trading time for money versus building a digital asset. അപ്പോൾ ഞാൻ എന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ കൂടെ എൻ്റെ 5 other business partners എൻ്റെ കൂടെയുണ്ട്. I am from UK. My name is Sibi, and I am a nurse educator working in UK. And I'm here in UK for more than 2 decades and has been working as a nurse, critical care background. രണ്ട് ബോയ്സിൻ്റെ മമ്മാണ്. I'm a wife and a daughter. My parents are in Kerala. So today's the interesting topic. We can hear what the business partners have to say and contribute. Like എനിക്കറിയാം as a nurse, നമ്മള് നല്ല stable income ആണെങ്കിലും we have to do extra shifts. Just to keep up with the needs of the family. നമ്മുടെ ബോയ്സ് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവരുടെ യൂണിവേഴ്സിറ്റി പഠിത്തത്തിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റ്സ് ഒക്കെ എടുക്കും. ഒരു നേഴ്സായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ yes, we are able to do that shifts. That is, I'm really grateful for that. But at the same time, എനിക്ക് ആ സമയം ഞാൻ വർക്കിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഐ എം ആബ്സെന്റ് അറ്റ് ഹോം, ഐ എം ആബ്സെന്റ് ഫോർ മൈ ബോയ്സ്, ഐ എം ആബ്സെന്റ് ഫോർ മൈ ഹസ്ബൻഡ്, ഐ എം ആബ്സെന്റ് ഫോർ മൈ പാരൻസ്. അല്ലേ, അതാണ് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ആ ടൈം നമുക്ക് വേറൊരു കാര്യത്തിൽ ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് മൈ ബിസിനസ് പാർട്ട്നേഴ്സ് who is sitting here. All of them today are from Canada, surprisingly. I'm the one from UK, but that's the beauty of it. നമ്മള് ഏത് കൺട്രിയിലായാലും we are actually able to collaborate and work together. So let's start with Chinju, who's got a little baby in her hand and still able to do this business. So Chinju, do you think it's the right time for you to talk? Yeah, hi Sibi. Thanks for introducing me. Thank you. And yeah, I hope I can do it. സോ എന്നെ കുറിച്ച് ഞാൻ പറയാം. എൻ്റെ പേര് ചിഞ്ചു. ഞാനിവിടെ കാനഡയിൽ ഒണ്ടാരിയോയിലാണുള്ളത്. എൻ്റെ ഫാമിലിയോടൊപ്പം. എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. ഞാൻ ഇപ്പോൾ ഒരു ഹോം മേക്കറാണ്. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ബിസിനസ് ഓണറാണ്. ഞാനൊരു 6-7 months മുന്നേ വരെ വർക്ക് ഫ്രം ഹോം ചെയ്തിരുന്നു. പക്ഷെ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള I'm sorry about that. No, don't worry. No. Come back later. കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് നമുക്ക് ചിഞ്ചുലേക്ക് തിരിച്ചു വരാം. Okay. Give me your hand when you're ready, and then I will. Okay. So we'll go to Ginu. Ginu is here with us. So Ginu, do you want to share your story, why you think you are in this business and how you think this is helping you instead of trading time for money? How is the time actually helping you? താങ്ക് യു സിപി. സോ എന്നെ ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജീനു. ഞാനിവിടെ കാനഡയിൽ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. എനിക്കൊരു മോളുണ്ട്. ഞാൻ ഒരു IT പ്രൊഫഷണൽ ആണ്. ഇപ്പോൾ ഞാനൊരു ബിസിനസ് ഓണറും കൂടിയാണ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രേഡിംഗ് ടൈം ഫോർ മണി വേഴ്സസ് ബിൽഡിംഗ് ഡിജിറ്റൽ അസറ്റ്സ് എന്നുള്ളതാണ്. അപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം IT പ്രൊഫഷണൽ ആയിട്ടോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജോബിലോ വർക്ക് ചെയ്യുന്നവർക്ക് എൻ്റെ സ്റ്റോറിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ കൂടുതലും നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിരിക്കും. നമുക്ക് പ്രൊമോഷൻ കിട്ടാനും നമുക്ക് ഹൈക്ക് കിട്ടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ഒത്തിരി സമയം നമ്മുടെ ജോലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ കുറേ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യും, അല്ലെ, നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ IT-യിൽ നമുക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ നമ്മുടെ എൻ്റെ IT ജോലി ആയാലും വേറെ ഏത് കോർപ്പറേറ്റ് ജോലികളായാലും നമുക്കൊന്നിനും അങ്ങനെ ജോബ് സെക്യൂരിറ്റി ഇപ്പോൾ ഒന്നിനും പറയാൻ പറ്റത്തില്ല. അത് കാരണം പറയാനുള്ള റീസൺ ഞാൻ ആ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ഒരാളാണ്.
ഞാനൊരു IT ജോലിയിൽ വർക്ക് ചെയ്തതാണ്. 10 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഇവിടെ കാനഡയിൽ 5 years ആയിട്ട് IT-യിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല സാലറി ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം കാനഡയിലായതുകൊണ്ട് കുറച്ച് നല്ല വർക്ക് ലൈഫ് ബാലൻസും ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കമ്പനീനെ അക്വയർ ചെയ്തിട്ട് എൻ്റെ ജോലി പോവുമായിരുന്നു. അപ്പം ജോലി പോകുന്നതോടുകൂടി നമ്മൾ ചെയ്ത വർക്കും നമ്മൾ സ്പെൻഡ് ചെയ്ത സമയവും നമ്മുടെ അഡീഷണൽ നമ്മൾ എടുത്ത റെസ്പോൺസിബിലിറ്റീസും എല്ലാം അങ്ങ് പോവുകയാണ്. നമ്മൾ ശരിക്കും നമ്മുടെ സമയം അത്രയും ട്രേഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് നമ്മുടെ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്ത് നമ്മളൊരു ലെവലിൽ നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ഇങ്ങനെ ഒരു ലേ ഓഫ് വന്നിട്ട് നമ്മുടെ എല്ലാം അങ്ങ് തീരുന്നത്. പിന്നെ നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട, ഒരു പുതിയ കമ്പനിയിൽ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും, ഒത്തിരി ഡിഫിക്കൽട്ടാണ് നമുക്ക് ജോലി കിട്ടാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ ഇന്റർവ്യൂസ് വരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. അത്രയും ജോബ് സെക്യൂരിറ്റി അത്രയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ, അപ്പൊ ഞാൻ ആ ഒരു മൊമെന്റിൽ ഞാൻ ആലോചിച്ചത്, അയ്യോ എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ലല്ലോ ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ടെന്നാണ്. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഈ ബിസിനസ്സിലേക്ക് വന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരിക്കലും നമുക്ക് ലേ ഓഫ് ആവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ കയ്യിൽ എന്നും ലൈഫ് ലോങ് നമ്മൾ ഈ ബിസിനസ്സിലുണ്ട്. അപ്പം ഞാനിപ്പോ എന്റെ പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ കുറച്ച് സ്ലോ ആണ് ഇപ്പൊ. കാരണം എനിക്ക് കുറച്ച് സിക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി സ്ലോ ആണ്. ഇന്നിപ്പോ ഇവരെല്ലാവരും എനിക്ക് മോട്ടിവേഷൻ തന്നതുകൊണ്ട് ഞാൻ വന്നതാണ്. സോ ഐ ടുക്ക് എ ബ്രേക്ക്. ആക്ച്വലി എനിക്ക് വയ്യാതെ വന്നപ്പോൾ എനിക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റും. എന്റെ ബിസിനസ് ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് എപ്പോൾ വേണമെങ്കിലും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതാണ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത്. ഞാൻ ഫുൾ ടൈം അവൈലബിൾ അല്ലെങ്കിലും ഈ എന്റെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ലൈഫ് ആൻഡ് ഇതൊരു ലേ ഓഫ് ഒരു കാര്യമല്ല. ഓൾസോ ദ ഇൻകം വി ആർ കൺസിഡറിംഗ് ഇസ് റിയലി ഗുഡ്. ഇതിനെ ഒരു ബിസിനസ് പോലെ കാണുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, നമ്മുടെ സമയത്തിന് വർക്ക് ചെയ്യുക. അപ്പം നമുക്ക് അതിന് വേണ്ട നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇൻകം പൊട്ടൻഷ്യലും ഇതിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇനി ഞാൻ അടുത്ത ജോലിക്ക് പോയാലും ഐ നോ ഐ ഹാവ് എ സൈഡ് ഇൻകം ഫോർ മീ. അതൊരിക്കലും പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരാനുള്ള കാരണം. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസസ്. താങ്ക് യു സിബി. Thank you so much, Jeenu. Thank you. You said, like, one of the main things that you said, like, even while you were down, the team actually motivated you to come. And I just want to say the same thing. NK Randaisha, that I was going through a very low phase. And actually it's because of you all, and just, the just meeting you all and the motivation that the whole community, including you all, that gives. It's what really is that keeps you on the positive mindset. So thank you everyone for doing that and bringing us to this stage. So thank you. And okay, let's go back to Chinju and let's see if Chinju is free. Yes, Chinju, you okay? താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനത്തെ സപ്പോർട്ടിന് എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. നമ്മള് ഇതിന്റെ സ്പെഷ്യാലിറ്റി തന്നെ ഇതാണ്, നമ്മൾ നമ്മുടെ ഫാമിലിയെ ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ എനിക്കും ഇപ്പൊ ഇതിനെ കുറിച്ച് പറയാനുള്ളത്, ജീനുവിന്റെ പറഞ്ഞ അതിനോടുകൂടി കണക്ട് ചെയ്ത് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഇതിനു മുന്നേ ഓൺ സൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ഫ്രം ഹോം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള കാരണം ഓഫ് കോഴ്സ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഹസ്ബൻഡും വൈഫും മാറി മാറി ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി അവരുടെ ആ ഒരു ഏജിൽ നമുക്ക് കൊടുക്കേണ്ട ഒരു ടൈം കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ, അവർക്ക് വേണ്ടി അവരുടെ ഇമോഷൻസും അവരുടെ ആങ്സൈറ്റീസും ഷെയർ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ആരെങ്കിലും ഒരാൾ അവരുടെ കൂടെ ഇരുന്നേ പറ്റുള്ളൂ. സോ ഓഫ് കോഴ്സ് ഈ ഒരു ഏജില് മദറിനെയാണല്ലോ എല്ലാവരും പ്രിഫർ ചെയ്യുക, പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച്. അപ്പോൾ എനിക്കത് ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ആ ഇൻകം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാ പറയുന്നത്, നമ്മളുടെ അങ്ങനെ ഈ ഒരു 9 to 5 ജോബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് ജോബ് ആയിക്കോട്ടെ, അത് സ്റ്റോപ്പ് ചെയ്യുമ്പം അവിടെ തന്നെ നമ്മുടെ ഇൻകം സ്റ്റോപ്പ് ആവാണ്. അതെനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം ഇൻകം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബട്ട് നമ്മൾ ഇൻ ദ കേസ് നമ്മൾ ഈ ബിസിനസിന്റെ കാര്യത്തിൽ, നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ഇതിലേക്ക് വരുമ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്താലും, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക്
കുറച്ച് നാളത്തേക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്താലും അത് നമ്മുടെ ബിഹൈൻഡിൽ അതങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അതുപോലെ തന്നെ നമ്മളൊരു ഫസ്റ്റ് ഇപ്പൊ ഒരു 100% ഒരു 10 to 20% നമ്മൾ ഇതിൽ എഫേർട്ട് ഇടുന്നു. ബാക്കി ഫുൾ നമ്മുടെ സിസ്റ്റം ആണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പ് ആവുന്നില്ല, അത് ഓൺഗോയിങ് പ്രോസസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ അട്രാക്ട് ചെയ്തത് അത് തന്നെയാണ്. എനിക്ക് കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ഇരുന്നുകൊണ്ട് വീട്ടിലെ എൻ്റെ റൂമിൽ ഇരുന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് വേറൊരു എക്സാമ്പിൾ പറയാനുള്ളത്, മണി മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, അത് ലൈഫ് ടൈം ആണ്. ഇതിൽ നമ്മളൊരു 149 അടച്ച് നമ്മൾ ഇതിൽ കയറുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് ആയിക്കോട്ടെ, അവരുടെ മെന്റർഷിപ്പ് ആയിക്കോട്ടെ, കോച്ചിങ് ആയിക്കോട്ടെ, എല്ലാം ലൈഫ് ലോങ് ആണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലേ. നമുക്ക് മണി മാത്രമല്ല, എല്ലാം ലോങ് ടേം ആണ്, ഇതില് ഷോർട്ട് ടേം അല്ല. അത് തന്നെയാണ് ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകതയും. അപ്പോ എനിക്കിതാണ് പറയാനുള്ളത്. നമ്മളെപ്പോഴും ഒരു ഷോർട്ട് ടേം ഇൻകം ഓഫ് കോഴ്സ് നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ്സും കൂടെ നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളുടെ ഒരു ഏർലി സ്റ്റേജിൽ നമുക്ക് റിട്ടയർ ചെയ്ത് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമ്മുടെ ഫാമിലി മാത്രമല്ല നമ്മുടെ പേഴ്സണൽ, നമുക്കൊരു ടൈം വേണമല്ലോ, ഒരു സെൽഫായിട്ടുള്ള ഒരു ടൈം വേണം. അതിനും നമുക്ക് നമ്മുടെ ഡ്രീം ബിൽഡ് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. അപ്പൊ ഇതാണ്, ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ഒപ്പീനിയൻ. Okay, thank you. Chinju, how old is your little one? It's 1 month. 1 month. So, Yeah. Yes, 1 month. It's ചിഞ്ചുവിന് ഇനി 2 daughters ആണുള്ളത് അല്ലേ. So I know you're on maternity leave at the moment, but even so, like you have something that you're building while you're on maternity leave, and going forward, it is something that you can just stay home with your kids. എനിക്ക് അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ ചേർന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പല പ്രാവശ്യം വിചാരിക്കുന്നുണ്ട്. So thank you so much, Indu, for sharing that. So let's go to Vinita and see what Vinita has to share. താങ്ക് യു സിബി, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് വിനീത, ഞാൻ ആൽബർട്ട കാനഡയിൽ നിന്നാണ്. ഞാനും ഒരു അമ്മയാണ്, ഇപ്പോൾ മാറ്റ് ലീവിലാണ്. നേരത്തെ ഫുൾ ടൈം ആയിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞാനൊരു എക്സ്ട്രാ ഇൻകത്തിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയതും അതിൻ്റെ ഒരു നെസസിറ്റി വന്നതും. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ 9 to 5 ആണ്, പക്ഷെ എനിക്ക് ആനുവലി ഒരു ഫിക്സഡ് ഇൻകം ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്താലും എനിക്ക് ആ ഒരു ഫിക്സഡ് സാലറി അല്ലാണ്ട് ഒരു എക്സ്ട്രാ ഇൻകം എനിക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് നമ്മുടെ ടൈം അവിടെ സ്പെയർ ചെയ്യാന്നല്ലാണ്ട് ഒരു എക്സ്ട്രാ മണി എൻ്റെ കയ്യിലോട്ട് വരുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു അനദർ വേ ഞാൻ നോക്കിയത്, സൈഡ് ഹസിലായിട്ട് നോക്കിയത്. പിന്നെ ഓൺലൈൻ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കുമല്ലോ, നമുക്ക് ഫാമിലീനെ കൂടെ ഇരുന്നു കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു. ഇപ്പോൾ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്, 2 years ആയി. ആൻഡ് റൈറ്റ് നൗ ഐ എം ഓൺ മാറ്റ് ലീവ്. മാറ്റ് ലീവിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ട് എനിക്ക് ഈ ബിസിനസ് ഇപ്പോൾ റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ആ 2 years മുമ്പ് എടുത്ത ഒരു ഡിസിഷൻ തന്നെയാണ് ഇപ്പൊ എനിക്ക് ഈ മാറ്റ് ലീവിലിരുന്ന് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. സോ ഒരു ഫിക്സഡ് സാലറിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ ഒരു നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഷോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അവേഴ്സ് പുട്ടപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്റെ സിറ്റുവേഷൻ പോലെ തന്നെ ഒരു ഫിക്സഡ് സാലറി എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്തിട്ടും ഒരു കാര്യമില്ലാത്ത ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാന്നല്ലാണ്ട് ഒരു കയ്യിലോട്ട് കാശൊന്നും കിട്ടുന്നില്ല, വേണമെങ്കിൽ അങ്ങനെ പറയാം. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൺ ടൈം നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു വെബ്സൈറ്റും നമ്മുടെ ബ്രാൻഡൊക്കെ ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബിസിനസ് ഈവൻ നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് കൂടുതൽ അവേഴ്സ് ഇതിലോട്ട് ഇടണം എന്നില്ല. 1 to 2 hours ഉണ്ടെങ്കിൽ we can successfully run this business. And നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഓട്ടോമേറ്റഡ് ആണ്, ഓൾമോസ്റ്റ് 90% ഓട്ടോമേറ്റഡ് ആണ്, 10% ആണ് നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 24/7 ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ അതിൽ വർക്ക് ചെയ്തില്ലെങ്കിലും ഇല്ലെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.
So I just want to explain നമ്മളൊരു ട്രഡീഷണൽ തിങ്കിങ് ഉണ്ട്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു മോർ അവേഴ്സ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. നമ്മൾ കുറച്ചും കൂടി സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടതെന്ന്. താങ്ക് യു. Yeah, thank you so much, Vinita. You touched on so many important things. The automated system karyam paranju. So yes, you are staying at home, but you have your little one to look after. Pinna maternity leave, you can comfortably stay in your maternity leave, not thinking about ഇനി എനിക്ക് ജോലിക്ക് തിരിച്ചു പോകണമെങ്കിൽ ഞാൻ എങ്ങനെ ചൈൽഡ് കെയർ മാനേജ് ചെയ്യും, because you're building your business at the same time, because of the automation you're able to spend that time with your little one. So that is really the one of the amazing benefits of doing this online digital business. So thank you so much, Vinita, for sharing that. Let's ask Sonia. So Sonia, what do you want to share? Hi everyone, I'm Sonia and thank you Sibi. Okay, എന്തോ തൊണ്ട ഒരു സുഖമില്ല. ഓക്കെ, സോ സോറി. അപ്പോൾ ഞാൻ സോനിയ ആൻഡ് ഞാൻ കാനഡയിലാണ്. 2 കുട്ടികളുടെ അമ്മയാണ്. ഞാൻ ബാക്ക് ഹോം കുറച്ച് അഭിനയവും കാര്യങ്ങളായിട്ട് ആക്ടിങ് ആയിരുന്നു ഫീൽഡ്. ഇവിടെ വന്നിട്ട് ഇപ്പം പ്രൗഡ് ഒരു മെൻറ്ററാണ്, ഡിജിറ്റൽ ബിസിനസ് ഓണറാണ്. സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവർ പറഞ്ഞതിലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം എനിക്കൊരു ഞാൻ അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയായിരുന്നു. ഞാൻ ആക്ടിങ്ങും ഡാൻസിങ്ങും ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു 9 to 5 ജോബിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താണ് ബ്യൂട്ടി എന്ന് അറിഞ്ഞ ഒരാളാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്ത് അങ്ങനെയൊക്കെ. സോ പക്ഷെ കാനഡയിൽ എത്തിയിട്ട് അതെന്തായാലും നടക്കില്ല എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. പക്ഷെ അത് കാരണം തന്നെ ഞാൻ എൻ്റെ മൈൻഡ് ഓക്കെ ഞാൻ എന്തായാലും ഇനി 9 to 5 ജോബ് എന്തായാലും ചെയ്യണം, ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് അത് അത്ര വലിയ ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു 9 to 5 ജോബ് ആണല്ലോ, ഇത്ര ഫിക്സഡ് ടൈം ഉണ്ടാവും, സോ ഞാൻ അങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളത് അതെനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ. പക്ഷെ വൺസ് ഞാൻ ഇതിലേക്ക് വന്ന ഒരു 9 to 5 ജോബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അത് എത്രമാത്രം ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാൻ മറ്റേത് നല്ല എനിക്ക് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എനിക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അതിനനുസരിച്ച് ടൈം കിട്ടുന്നതെന്നല്ല, ഓക്കെ സ്കെഡ്യൂൾ ഉണ്ട്, എന്നാലും ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ നോക്കാനാണെങ്കിലും എൻ്റെ പാരൻസ് ഉണ്ട്, അത് ടെൻഷനില്ല, എല്ലാം കൊണ്ടും ഓക്കെയാണ്. നല്ലപോലെ എന്താ പൈസയും ഉണ്ടാക്കുന്നുണ്ട്. സോ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഡേറ്റ് കൊടുത്താൽ മതി. സോ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു 9 to 5 ജോബ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഓയിൽ ഫീൽഡിലാണ്. 15 days ക്യാമ്പിലും 15 days ഓഫും ആണ്. സോ ആ സമയത്ത് കുട്ടികളെ നോക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. വേറെ ആരും ഇല്ല കുട്ടികളെ നോക്കാനായിട്ട്, ഞാൻ തന്നെ ഉള്ളൂ ആ 15 days എന്ന് പറയുന്നത്. സോ 9 to 5 ജോബും എനിക്കിവിടെ വന്നിട്ട് ഇതും കൂടെ നോക്കാന്നൊക്കെ പറയുന്നത് ആകെ പുതിയൊരു കൺട്രിയും എല്ലാം കൂടെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു ടൈമിലാണ് എനിക്ക് വർക്ക് ഫ്രം ഹോം എന്തെങ്കിലും ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓഫ്കോഴ്സ് ഞാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അപ്പോഴും ഓക്കെ എനിക്ക് വീട്ടിൽ നിന്നൊരു ജോബ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നതെങ്കിലും, പക്ഷെ വൺസ് ഇതിലേക്ക് വന്നപ്പോഴാണ് ഞാൻ എന്തൊരു നല്ലൊരു തീരുമാനമാണ് അപ്പോഴെടുത്തത് എന്ന് എനിക്ക് പിന്നെയാണ് എനിക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. കാരണം അങ്ങനെയല്ല, ഞാനൊരു ജോബ് നോക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷെ വൺസ് അതിലേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുന്നത്. എനിക്ക് വീണ്ടും ഞാൻ എൻ്റെ പഴയ ഒരു ലൈഫ് കിട്ടിയ മാതിരിയുള്ളൊരു ഫീലാണ്. കാരണം അതിനാ കാട്ടി നല്ല എനിക്ക് സ്കെഡ്യൂൾ നോക്കണ്ട, എൻ്റെ ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് ചെയ്താൽ മതി. എൻ്റെ കുട്ടികളുടെ കൂടെ എനിക്കിപ്പോൾ ഇപ്പൊ വിളിച്ചാൽ തന്നെ എനിക്ക് പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഓക്കെ ഇതാ ഇങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും നോക്കണ്ട. ഒരു ബോസിന്റെ ലെറ്ററോ ഇല്ലെങ്കിൽ ഇതാ എൻ്റെ പെർമിഷനോ ഒന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് എപ്പോഴാണോ വേണ്ടത് അവരുടെ കാര്യം നോക്കാൻ പറ്റും. ഇന്ന് എനിക്ക് ഇപ്പം ഈ ജോബ് ചെയ്യേണ്ടതാണെങ്കിൽ വർക്ക് ചെയ്യേണ്ട, എനിക്ക് ഇപ്പൊ ഈ ഒരു ഡിസ്കഷനിൽ ഇരിക്കേണ്ടതാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ട, എനിക്ക് ടൈമില്ല, ദാറ്റ്സ് ഇറ്റ്. അത്ര മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. പക്ഷെ നമ്മുടെ വർക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം റീസെന്റ് ഞങ്ങൾ ആ 15 days ഹസ്ബൻഡ് ഇവിടെയുള്ള 15 days എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വെക്കേഷൻ ടൈം പോലെയാണ്. സോ ഇപ്പം റീസെന്റ് തന്നെ ഞങ്ങളുടെ ഇവിടെ ട്രിപ്പിന് പോയപ്പോൾ ആ സമയത്താണ് എൻ്റെ ബയേഴ്സ് വന്നതും. അതൊക്കെ ഞാനൊന്നും ചെയ്തിട്ടല്ല. ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു, അവരുടെ കൂടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു.
ആ സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുൾ ടൈം ഇതിന്റെ പിന്നാലെ ഇരുന്ന് ചെയ്യേണ്ട ഒരു പണിയുമല്ല. അപ്പോൾ പിന്നെ നമ്മളൊരു ജോബിന് പോയിട്ടാകുമ്പോൾ വിനീത പറഞ്ഞ പോലെ തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് നമ്മൾ ആ ഒരു ലാസ്റ്റിൽ കിട്ടുന്നത്. നമ്മൾ എത്ര വർക്ക് ചെയ്താലും ഹാർഡ് വർക്ക് ചെയ്താലും ഒക്കെ ആ ഒരു പൈസ തന്നെ കിട്ടുള്ളൂ. കൂടുതലായിട്ട് നമ്മുടെ ഓണേഴ്സിനായിരിക്കും കിട്ടുക അല്ലെ. നമ്മൾ എത്രയൊക്കെ ചെയ്താലും നമുക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെ കിട്ടാൻ പോകുന്നുള്ളൂ. പക്ഷെ ഇതില് നിങ്ങളിപ്പം ഓക്കെ ഇന്ന് ചെയ്തില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല, നാളെ ആണെങ്കിൽ നിങ്ങളുടെ ഓൺ ബിസിനസ് ആണ് നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തമായിട്ട് വരുമ്പോൾ നമ്മൾ തന്നെ അതിന്റെ റിസൾട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഇടും. നമുക്ക് ഓക്കെ ഇന്ന് കുറച്ചില്ല കുറച്ചുകൂടി ഇടാം, എനിക്ക് തന്നെയാണ് അതിന്റെ ഒരു ഗുണം കിട്ടുന്നത്. നമ്മൾ ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടി ഇട്ടിട്ട് അതിനുള്ള ഒരു ഗുണം കിട്ടുന്നില്ല. നമ്മൾ ആ ഒരു 9 to 5 ജോബും കിട്ടുന്ന പൈസയൊക്കെ തന്നെ ഇതിൽ നമ്മൾ കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ കുറച്ചുകൂടി ഒരു ഡെഡിക്കേഷൻ കാണിക്കുന്നുവെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ഗുണം. അത് കാരണം നമ്മളും അത് കാണിക്കും. അഥവാ സമയം നമ്മൾ പോക്കറ്റ്സ് ഓഫ് ടൈമിൽ മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ്. സോ എല്ലാം കൂടി ഒരു ബിസിനസ് ഇൻ എ ബോക്സ്. സോ ഇതൊന്നും അറിഞ്ഞിട്ട് ഞാൻ വന്ന ഒരാളല്ല. പക്ഷെ ഇതൊക്കെയാണ് ഈ ഒരു ബിസിനസ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. ഓക്കെ നീ അത്ര കഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ട് എനിക്ക് മുന്നിൽ കൊണ്ടു തന്ന പോലെയാണ് ഫീൽ ചെയ്യാറ്. എനിക്ക് ആ ഒരു പണ്ടത്തെ ഒരു ലൈഫ് കിട്ടിയ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിന്ന ഒരാളാണ്. പക്ഷെ ഇത് എല്ലാം കൂടിയിട്ട് ഒരു ബിസിനസിന്റെ ബോക്സ് എന്ന് പറയാം. അപ്പം ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്. Thank you. Wow, thank you so much, Sonia. It's like the business is a blessing for you, right? Exactly. 15 days husband illata samayathu you can look after your children, you can do the work that you need to do for your business, and 15 days when you are on vacation with your husband and still working for you. Vinita paranja pole automated aanu, and you're getting your buys, you're still learning. So amazing. And I can see, on your Facebook, like, pillaraittu dance kalikkunnu, avade ponu. It's really, really motivating to see, like, you are able to have that time with the family. One thing ഒന്നുകൂടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ജീവിക്കാനാണല്ലോ ഈ ഏൺ ചെയ്യുന്നത്. ഒരിക്കലും അത് ഏൺ ചെയ്യാൻ വേണ്ടി ജീവിക്കില്ല ആവരുത്. സോ എപ്പോഴും ഇത് കറക്റ്റ് ബാലൻസ് ആണ്. നമ്മുടെ ലൈഫ് അത്രയും എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്, അതിന്റെ കൂടെ ഏർണിങ്സും പറ്റുന്നുണ്ട്, വിച്ച് ഈസ് എ റിയൽ ബാലൻസ്. സോ ഓഫ്കോഴ്സ് നമ്മൾ അതിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. നമ്മൾ എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏൺ ചെയ്യുക ഓക്കെ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 60s ആകുമ്പോഴും ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് നമ്മുടെ ലൈഫിന്റെ ഒരു 45 മീൻസ് ഓക്കെ 80% അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ഇപ്പൊ ഈ ഒരു ടൈമിലല്ലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ ഇനിയും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏർലി റിട്ടയർമെന്റും ലെഗസിയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ. സോ സോറി, ഞാൻ കുറെ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടുപോയത് കാരണം വീണ്ടും പറയുന്നതാണ്. ഞാനൊന്ന് നോക്കിക്കാണുന്ന ഒരു സാധനമാണ് ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ വർക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അച്ഛൻ ഗവൺമെന്റ് എംപ്ലോയി ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ റിട്ടയർമെന്റ് പ്ലാനും അത് റിട്ടയർമെന്റ് കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചിരുന്നു ഇത് എങ്ങനെയാണ് കിട്ടുക, നമുക്ക് പെൻഷൻ ഒരു പ്രൈവറ്റ് ആണ്, നമ്മൾ എന്ത് ചെയ്യും. പക്ഷെ ഇതിലൊരു റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ട്. നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അത്രയും $1000s കിട്ടുന്നുണ്ട് വെറുതെ തന്നെ. സോ ഞാൻ അതിനെയാണ് എയിം ചെയ്യുന്നത്. ഓക്കെ എനിക്ക് എൻ്റെ ഏർലി 40s എനിക്ക് റിട്ടയർ ചെയ്യണം. സോ അതൊക്കെ എനിക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ഈ ഒരു ബിസിനസ് ആണ്. അതും കൂടെ ആഡ് ചെയ്യണം. Amazing. It's just the excitement. നമുക്ക് നമ്മളെ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ we cannot stop. I think that is very difficult for us to stop because we are always so excited about it. So finally, let's go to Preeti and let's hear from Preeti what Preeti has to say about this. Hi, എൻ്റെ പേര് പ്രീതി ഷിജോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളെല്ലാ ഇടയ്ക്കും ബിറ്റ്വീൻ നമ്മളിങ്ങനെ സൂം മീറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ലൈവിൽ വരാറുണ്ട്. നമ്മൾ ബിസിനസ്സിലായതുകൊണ്ട് അല്ലെങ്കിൽ ബിസിനസ് എന്റർപ്രണേഴ്സ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ആണ്. അപ്പൊ ബിസിനസിനെ കുറിച്ച് ആണ് ഞങ്ങൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാവും, നിങ്ങളിലോട്ട് തരുന്നു. അതാണ് എനിവേ ഇന്ന് ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രേഡിംഗ് ടൈം ഫോർ മണി വേഴ്സസ് ബിൽഡിംഗ് ഡിജിറ്റൽ അസറ്റ്സ് ആണ്. അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നമ്മളൊക്കെ ഒരു ഫുൾ ടൈം ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മുടെ ടൈം ഫുള്ള് നമ്മുടെ ആ ജോബിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 9 to 5 ഷിഫ്റ്റ് ആയിക്കോട്ടെ,
അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു 12 അവർ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പം ഞാനൊരു നേഴ്സാണ്, ഞാനിവിടെ കാനഡയിലാണ്, ബ്രാംപ്ടണിലാണ്. ഓൾമോസ്റ്റ് ഒരു 7 years ആയിട്ട് ഞാനിവിടെ കാനഡയിലുണ്ട്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആ 12 അവർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 8 അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് വരുന്ന ഒരു നഴ്സസ് ആയിക്കോട്ടെ, ഒരു സപ്പോർട്ട് വർക്കേഴ്സ് ആയിക്കോട്ടെ, ഈവൻ ഇഫ് ഒരു ഫുൾ ടൈം വർക്കർ ആയിക്കോട്ടെ, നമ്മൾ ആ ടൈം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ബേൺ ഔട്ട് ആണ്. നമുക്ക് പിന്നെ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഒരു എന്താ പറയാ, നമുക്കൊരു ശക്തി ഉണ്ടോ? ഇല്ല. അവരെന്തെങ്കിലും ചോദിച്ചാൽ അവർക്കൊരു ക്വാളിറ്റി ടൈം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. ഈവൻ ഇഫ് നമ്മൾ എല്ലാവരും ചോദിക്കും, ഒരു നേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വർക്കർ, കെയർ ടേക്കേഴ്സ് ഒക്കെ കാനഡയിൽ വന്നാലും നല്ല സാലറി കിട്ടുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ബട്ട് വി ആർ മിസ്സിങ് സംതിങ് ഇൻ ഫ്രം അവർ ഫാമിലി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏർണിങ്സ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർ ഷിഫ്റ്റ് എടുത്താൽ നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടുന്നുണ്ട്. ഈ ഇൻകം അല്ല നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത്. ഞാൻ നോക്കിയിട്ട് ആ അസറ്റ് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഡു സംതിങ്. അതാണ് ഞാൻ നോക്കിയിട്ട് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ, എൻ്റെ ഒരു എന്താ പറയണ്ടേ, എൻ്റെ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കാരണം ഞാൻ ഒത്തിരി ഷിഫ്റ്റുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കൺട്രി മാൽദീവ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾ ഷിഫ്റ്റുകൾ ചെയ്യുന്നു, എടുക്കുന്നു, തിരിച്ചു വരുന്നു. അതാണ് എൻ്റെ കുഞ്ഞിൻ്റെ മോളുടെ മൈൽ സ്റ്റോൺസ് ഒന്നും ഞാൻ കൊച്ചിലെ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ഒരു വലിയൊരു പ്രെയർ ആയിരുന്നു, കാനഡയിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പം ഈ ഒരു ക്വാളിറ്റി ടൈം കിട്ടുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇവിടുത്തെ എക്സ്പെൻസൻസ് ഈസ് മോർ, അല്ലെ? നമുക്ക് കിട്ടുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ വരുന്ന എക്സ്പെൻസ് നമുക്ക് കിട്ടുന്ന സാലറിയെ ഒത്തിരി മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് നമ്മൾ അറിയാതെ തന്നെ എക്സ്ട്രാ ജോലികൾ എടുക്കുന്നു, ഷിഫ്റ്റുകൾ ചെയ്യുന്നു. നമ്മൾ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലോട്ടുള്ള ആ ഒരു അറ്റൻഷൻ നമുക്ക് കുറഞ്ഞു പോകുന്നു. എക്സാക്ട്ലി എല്ലാ ഫാമിലിയിലും വരുന്ന ഒരു പ്രശ്നമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചേഞ്ച് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ബിസിനസ് റിയലി ഫിറ്റ്, എൻ്റെ ലൈഫിൽ അത് ഫിറ്റ് ചെയ്തു. ഒരു ഫുൾ ടൈമേഴ്സ്, അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് പോലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം നമുക്ക് ഈ ബിസിനസ് പോക്കറ്റ്സ് ഓഫ് ടൈം മതി ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എല്ലാവർക്കും ചിന്തിക്കുന്ന ഒരു ഭാഗം, അല്ലെ ഒരു ഫിയർ എന്ന് പറയുന്നത്, ശരിക്കും നമുക്ക് ഈ ബിസിനസ് ഒന്നും അറിയത്തില്ലല്ലോ, എങ്ങനെ ചെയ്യും? എല്ലാവരും ഇതിനകത്ത് വന്ന് എല്ലാവരും, ഒരാളും ബിസിനസ് അറിഞ്ഞുകൊണ്ട് വന്നതല്ല. നമ്മളൊരു ഇനിഷ്യേഷൻ എടുത്തു, അല്ലെ? നമ്മളൊരു സ്റ്റെപ്പ് എടുത്തപ്പോഴാണ് ഇതിന്റെ ഒരു മാറ്റം വന്നത്. അപ്പം ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മളെ പഠിപ്പിച്ച് പ്രാപ്തരാക്കി തരുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്സ് ഉണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കോച്ചസ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്. ഇരിക്കുന്ന ആരോട് ചോദിച്ചാലും ഐ വിൽ ഗെറ്റ് ദ ഹെൽപ്പ് എന്നുള്ള ഒരു അഷുറൻസ് എനിക്കുണ്ട്. അപ്പം എന്ന് പറയുമ്പോൾ ആ ഒരു ഷിഫ്റ്റിംഗ്, നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ് ശരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ എന്നും ബേൺ ഔട്ട് ചെയ്യണോ, എന്നും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, നമ്മളുടെ എൻഡ് ഓഫ് ദി മന്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ജോലിക്കാരോട് ചോദിച്ചാൽ യെസ്, ജോലി ചെയ്യുന്നുണ്ട്, അത് മോർഗേജിൽ പോകുന്നുണ്ട്, നമ്മളുടെ കറണ്ട് ബില്ല് പോകുന്നു, ബിൽസുകളെല്ലാം അടയ്ക്കുന്നു, അറ്റ് ലാസ്റ്റ് നത്തിങ് ഇൻ അവർ ഹാൻഡ്. അപ്പോൾ നമ്മുടെ ലൈഫ് സെക്യൂർ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇനി വരാൻ മതി, ഇപ്പോൾ ഒരു വീടെടുത്താൽ ഒരു 30 വർഷം അല്ലെ 25 years മോർഗേജ് അടച്ച് ജീവിക്കും. ശരിയാ, നമ്മളുടെ ആ ഒരു വീട് അത് നമ്മുടെ മക്കൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ജനറേഷൻ അത് അവർക്ക് ഇതുണ്ടെന്ന് പറയാം. പക്ഷെ ആർ യു തിങ്കിങ് ഓഫ് അവർ സെൽഫ്? നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. നമുക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഫുൾ ടൈം ജോബിനെ ആണെങ്കിൽ നമ്മൾ വർക്കിംഗ് ഓൺ സംബഡീസ് ഷെഡ്യൂൾ, അല്ലെങ്കിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അത് ഓക്കെ, നമുക്കതൊരു പരിധി വരെ വേണ്ടാന്നൊന്നും പറയുന്നില്ല, വേണം. പക്ഷേ നമ്മളുടെ കയ്യിൽ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് സംതിങ് യു നീഡ് ടു കീപ്പ് ആൻ അസറ്റ്. അതായിരിക്കണം ഈ ബിസിനസ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ടേംസിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഫ്രീഡം ഉള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യത്തില്ല. എനിക്കെന്റെ ഒരു വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ പറയാനുള്ളത്, ഞാൻ ഇത്രയും വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടും ഞാൻ വീട്ടിലിരുന്ന് എനിക്കൊരു ഇൻകം കിട്ടിയപ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. കാരണം അതൊരു വലിയൊരു ഹാപ്പിനെസ് എനിക്ക്. അതൊരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളൊരു 15 days 20 days ജോലി ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ജോബ് ആൻഡ് എ ബിസിനസ്. അത് തലയിൽ കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ അത് വൺസ് നമുക്കത് മനസ്സിലായി കഴിയുമ്പോഴാണ് റിയൽ പൊട്ടൻഷ്യൽ ഇൻ ബിസിനസ് എന്താണെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൈം വേസ്റ്റ് ചെയ്താണ് പല രീതിയിലും കളയുന്നത്. നമ്മൾ അറിയുന്നില്ല. അപ്പൊ എല്ലാവരും പല രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബിസിനസ് മാത്രം എന്നുള്ള അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ഇത് നമ്മളുടെയൊക്കെ എന്ന് വെച്ചാൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർക്ക് വീട്ടിലിരുന്ന് അവരുടെ പോക്കറ്റ്സ് ഓഫ് ടൈമിൽ
ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ബിസിനസ്സിൽ ഹെവി ലിഫ്റ്റിംഗ് ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. എവറി ബിസിനസ്സിന് നമുക്കറിയാം ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും സ്ട്രാറ്റജീസ് പല രീതിയിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഈ ബിസിനസ്സിലെ ഒരു ഗുഡ് തിങ് എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബിസിനസ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻകം ആണ് അതിന്റെ അകത്തുനിന്ന് വരുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഡു സംതിങ് ഫ്രം അവർ ഹാൻഡ്. അല്ലാതെ ഒരു വൺ ഡേ യു ക്യാൻ ഗെറ്റ് എ ക്വിക്ക് എന്താ പറയുക സ്ട്രീം ഓഫ് ഇൻകം അങ്ങനെയൊന്നും ഇല്ല. ഒരു മാജിക്കും ഈ ബിസിനസ്സിന് ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഡിജിറ്റൽ ബിസിനസ് ഈസ് ഗെറ്റിംഗ് വെരി പോപ്പുലർ ഇൻ എവറി കൺട്രി, സ്പെഷ്യലി കാനഡ, അമേരിക്ക, എനിക്കറിയാം ഓൾമോസ്റ്റ് ഒരുപാട് കൺട്രി. ഇപ്പം UK, സിബി ഈസ് ഫ്രം UK അല്ലെ, ബാക്കി എനിക്കൊന്ന് എല്ലാവരും കാനഡയാണ്. അപ്പം ഓൾമോസ്റ്റ് ഒരുപാട് പേര് ഇത് പ്രിഫർ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ ആദ്യം പറഞ്ഞതിലോട്ട് പോവാണ്, ബിക്കോസ് അവർ എക്സ്പെൻസ് ഈസ് മോർ ആൻഡ് അവർ ഇൻകം ഈസ് നോട്ട് മാച്ചിങ്. അപ്പം സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ പറയാ വെള്ളത്തിൽ കിടന്ന് തുഴയാതെ വി നീഡ് ടു ഫൈൻഡ് സംതിങ് ന്യൂ തിങ്സ്. അപ്പം നമ്മളുടെ ബേർഡൻസ് കുറയും, നമ്മുടെ ഫ്രസ്ട്രേഷൻ കുറയും. നമ്മളുടെ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളിപ്പം ബാക്ക് ടു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് എന്താ പറയുക, അയ്യോ ഒത്തിരി എടുക്കണ്ട, ഒത്തിരി പൈസയാവും, മണിയാവും, ഒത്തിരി. എന്തുകൊണ്ടാണ് നമ്മളുടെ ഇൻകം വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ വരും. പക്ഷെ വി ആർ പേരൻസ്, വി നീഡ് ടു ഡു ഫോർ ദം അല്ലെ. അത് സന്തോഷത്തോടെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കും ഒരു നല്ലൊരു സന്തോഷം ഉണ്ട്, കുഞ്ഞുങ്ങൾക്കും അത് കിട്ടും. എപ്പോഴും നമ്മൾ എല്ലാത്തിനും നോ പറയുക. കാരണം നമ്മളുടെ മനസ്സിൽ കിടക്കുന്നത് പേരൻസിനെ ആ വെറി എന്താന്നുള്ള അറിയത്തുള്ളൂ. നമ്മുടെ മനസ്സിൽ ടെൻഷൻ എന്തായിരിക്കും, അയ്യോ നമ്മൾ വീട് മേടിച്ച മോർഗേജ് അടയ്ക്കുന്ന ഇത്ര എമൗണ്ട് ഒരു മന്ത്ലി പോകണം. See, this income, this business will gives more than that. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒത്തിരി എന്താ പറയാ നമുക്ക് പീസ് ഓഫ് മൈൻഡ്, ഞാൻ എപ്പോഴും എല്ലാ എന്താ പറയുക നമ്മുടെ ടോക്കിലും പറയുന്നത് പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടുന്ന ഒരു ബിസിനസ് ആണ്. അതാണ്. അതുപോലെ തന്നെ പറഞ്ഞ ഒരു നേഴ്സ് എന്നുള്ള ഒരു പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, നമുക്ക് വേണ്ടുന്ന രീതിയിൽ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഈ ബിസിനസ്സിന്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ഗുഡ് തിങ് എന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മള് എന്താ പറയാ ഇതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ യു ഹാവ് ടു കം ഫ്രം അവർ എന്താ പറയുക കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുക. സംതിങ് വി ക്യാൻ ഡു റിയൽ തിങ്സ്. അതാണ് ഞങ്ങൾക്കൊക്കെ ചേഞ്ച് ആയി. അതുപോലെ എന്താ പറയാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു മാറ്റം വരും എന്നുള്ളത് എനിക്കൊരു ഷുവർട്ടി ഉണ്ട്. കാരണം മെയിനായിട്ടും നമ്മൾ ഓർക്കുക നമ്മുടെ അവേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയാ നമ്മൾ തന്നെ ബേൺ ഔട്ട് ആകാതെ ഫൈൻഡ് സംതിങ്. അപ്പൊ നമുക്കൊരു സ്ട്രെസ്സിൽ നിൽക്കാതെ ആ സ്ട്രെസ്സിൽ നിന്ന് കം ഔട്ട് ഫ്രം ദാറ്റ് വൺ. അപ്പൊ അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ലൈഫിനെ ബാലൻസ് ചെയ്യാനും, നമ്മുടെ ലൈഫ് എന്നും സ്ട്രെസ്സായി 30 വർഷം അല്ലെ 40 വർഷം ജീവിച്ച് നമുക്ക് വെറുതെ മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെ രോഗങ്ങളെ വരുത്തി വെക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സങ്കടം നമ്മൾ ചെന്ന് പറയുന്നതും ഇതേ സങ്കടം ഉള്ളവരോടായിരിക്കും. അത് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡു സംതിങ് ന്യൂ, ഡു സംതിങ് ഡിഫറെന്റ്, വി ക്യാൻ ചേഞ്ച് അവർ ലൈഫ്, ദാറ്റ്സ് ഷുവർ. That's I feel like. Thank you, Sibi. Thank you so much, Preeti. You mentioned about like the business, a quick rich scheme alla. It is like any business. നമ്മൾ പയ്യെ അത് നർച്ചർ ചെയ്ത് കൊണ്ടുവരണം. ഒരു സീഡ് നമ്മള് നടുന്ന പോലെ അല്ലെ. You don't know what is happening underneath until it shoots up, and then once it shoots up, it started growing and blooming. So that's exactly how this business is. You need to nurture it. You need to dedicate some time and be consistent and have the passion for it. So thank you so much all of you for sharing. So you all mentioned about this business being a business in a box. അതിനകത്ത് ഓട്ടോമേഷൻ ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. വീട്ടിൽ ഇരുന്ന് നമ്മുടെ ഓൺ ടൈമിൽ നമ്മൾ ചെയ്തു വെച്ചിട്ട് ഈവൻ ഇഫ് യു ആർ സ്റ്റേയിങ് അറ്റ് ഹോം യു ക്യാൻ സ്റ്റിൽ ലേൺ അല്ലേ. ഞാൻ 9 to 5 ഇപ്പോഴും ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എക്സ്ട്രാ ഷിഫ്റ്റ്സ് ഞാൻ ചെയ്യുന്നില്ല. ബിക്കോസ് what I am earning now is more from what the extra shifts can give me. And as you all can see, ഇവിടെ അമ്മമാര് എല്ലാം ഉണ്ട്, അവർക്ക് കുഞ്ഞു പിള്ളേരുണ്ട്. ഇടയ്ക്ക് we saw them like spending time with them and still doing the live discussion. So that is the beauty of this. You can work along with your family. It is flexible, it's taxable, it's ethical. So if you're looking for something to have a change in your life, you know, if our story relates to you, do get in touch with us.
take action. Ipam Vinitha parnu, you pay 149 and you know more about the business and see if it's for you or not. And it is a refundable deposit. It is, you can always get it back within 30 days if it's not for you. So don't sit on the fence. Take action, learn more about it, and decide whether it is for you or not, and if it is something that will give you the time and financial freedom. So thank you everyone for listening to us, and we'll come again another time, but bye bye for now. Bye bye everyone. Bye.